പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ഏശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുവചന ഭാഗമാണ്. നമുക്ക് ഈ ഒരു തിരുവചന ഭാഗം ഒരു നിമിഷം ധ്യാനിക്കാം. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു തിരുവചന ഭാഗത്തിലൂടെ ഈശോ വ്യക്തമാക്കുകയാണ്, ഈ ഭൂമിയും ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ജ്ഞാനത്താലും വചനത്താലും കൊണ്ടാണ്. ആ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരെയും അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവനെ ജനിപ്പിച്ചപ്പോൾ തന്നെ അവൻ്റെ ആത്മാവിലേക്ക് ദൈവം അനുഗ്രഹങ്ങൾ, കൃപകൾ പരിശുദ്ധാത്മാവിന് ദാനമായി നൽകി. അവൻ്റെ ജീവിതത്തിലേക്ക് അവന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് അവന് ഉണ്ടാകേണ്ട 2 കാര്യങ്ങളാണ് ഈ വചനത്തിൽ പറയുന്നത്. ആത്മാവിൽ എളിമ വേണം, അനുതാപം ഉണ്ടായിരിക്കണം. എളിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവാനുഗ്രഹങ്ങൾ വന്നു ചേരുക. അഹങ്കാരവും അസൂയയും അതേപോലെ ശത്രുമനോഭാവമെല്ലാം ജീവിക്കുന്ന വ്യക്തികളിലേക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ വന്നു ചേരില്ല. ഈശോ പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമ എന്നാൽ മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും അസൂയയും ഒന്നുമില്ലാതെ എപ്പോഴും ഈശോയോട് ചേർന്ന എളിമയിൽ ഇരിക്കുവാനായിട്ടുള്ളൊരു കൃപ നമ്മുടെ ഉള്ളിലുണ്ടാവണം. പാപങ്ങളെക്കുറിച്ച് ഒരു പൂർണ്ണ പശ്ചാത്താപം, അനുതാപം നമ്മുടെ ഉള്ളിൽ ജനിക്കണം. ഈശോയ്ക്കെതിരെ, ദൈവകൽപ്പനയ്ക്കെതിരെ, തിരുസഭയ്ക്കെതിരെയെല്ലാം നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമ്മുടെ ആന്തരിക മുറിവുകളെല്ലാം കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഈശോയുടെ മുമ്പിലേക്ക് തുറന്നു പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി വിശുദ്ധീകരിച്ച് നമ്മളെ ഈശോയ്ക്ക് വസിക്കുന്ന ഒരു ഇടമാക്കി നമ്മൾ മാറ്റണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ജീവിതത്തിലേക്ക് ഈ ഒരു തിരുവചനത്തിൻ്റെ ശക്തി വന്നു ചേരുകയുള്ളൂ. ഈ ഒരു തിരുവചനത്തിൽ ആത്മാവിൽ എളിമയും അനുതാപവും സംഭവിക്കുമ്പോൾ അവിടുത്തെ വചനത്തോട് നമുക്ക് കൂടുതൽ ആഴത്തിൽ ചേർന്നിരിക്കുവാനുള്ളൊരു കൃപ ലഭിക്കും. ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ടുള്ളൊരു കൃപ ലഭിക്കണമെങ്കിൽ, വചനം ഹൃദയത്തിൽ നിറയണമെങ്കിൽ ആദ്യം ആത്മാവിനെ പൂർണ്ണമായ എളിമയിൽ നിലനിർത്തി പാപമോചനവും പശ്ചാത്താപവും നേടി പുതിയൊരു സൃഷ്ടിയായിട്ട് നമ്മൾ മാറണം. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനം, ആ ഒരു ഈശോ ആകുന്ന ഒരു വചനം, ആ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കുമ്പോഴും ആ ഒരു ദൈവിക സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ ദൈവത്തോടൊരു ഭയം നമ്മുടെ ഉള്ളിൽ ജനിക്കും. ഈ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തെ പേടിയുള്ളൊരു മനുഷ്യനായി നമ്മൾ മാറുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. ഈ ഒരു വചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ കടന്നു വന്ന ഓരോ മേഖലകളിലും ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം, വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തെ മറുതലിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. എങ്കിൽ തന്നെ ഒരുപാട് മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവുകയായിരിക്കാം. ഈ ഒരു അവസ്ഥകളിലെല്ലാം ഈശോയോടൊരു തുറന്നൊരു കുമ്പസാരത്തിലൂടെയും ഒരു പാപമോചനത്തിലൂടെയും ഈശോയുടെ സ്നേഹം നമ്മളിൽ നിറയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ ഒരു എളിമപ്പെട്ടുള്ള ഒരു ജീവിതം, നമ്മളുടെ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. നമ്മുടെ ആ ഒരു വേദന നിറഞ്ഞ, മുറിവുകൾ നിറഞ്ഞ ജീവിതത്തെ ഈശോയ്ക്ക് നിമിഷം സമർപ്പിക്കാം. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ കടന്നു വന്ന ആ ഒരു വഴികളിൽ ഞങ്ങൾ നേരിട്ട മുറിവുകൾ, ഞങ്ങളുടെ ആന്തരിക മുറിവുകൾ, ഹൃദയത്തിനേറ്റ വേദനകളെല്ലാം ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. എനിക്ക് അനുതാപത്തിലൂടെയും എളിമയിലൂടെയും കടന്ന് വരുവാനായിട്ട് സാധിക്കാതെയുള്ള ദിനങ്ങളായിരുന്നു ഇത്ര നാളും. ഈ നിമിഷം മുതൽ ഈശോയെ അങ്ങയോട് എളിമപ്പെട്ട് ജീവിക്കുവാനും അനുതാപത്തിലൂടെ, പശ്ചാത്താപത്തിലൂടെ പാപമോചനം നേടി ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ട് കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ. എനിക്കുള്ളവരെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഈശോയെ അങ്ങയുടെ ഈ ഒരു വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ, മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെയെല്ലാം ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങയോട് എളിമപ്പെട്ട് ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. ഈ ഒരു തിരുവചന ഭാഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക്
ജീവിത സാഹചര്യങ്ങളിലേക്ക്, അവരുടെ പ്രയാസങ്ങളിലേക്കെല്ലാം ഏഷ്യ 66:2 അഭിഷേകം കടന്നു ചെല്ലട്ടെ. ആത്മാവിൽ എളിമ നിറയ്ക്കട്ടെ, അനുതാപമുണ്ടാകട്ടെ. അവർക്ക് വചനം ശ്രവിക്കുമ്പോൾ അവർക്ക് വിറയ്ക്കുവാനായിട്ടുള്ളൊരു കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. അവർക്ക് ദൈവവചനത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തിൽ ഭയം ജനിക്കുവാനായിട്ട് ഇടയാക്കണമേ കർത്താവേ. അവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമേ, അവരുടെ ആന്തരിക മുറിവുകൾ കർത്താവെ ഉണക്കിക്കൊണ്ട് അവരിലേക്ക് ദൈവിക ശക്തി കർത്താവെ വന്നു നിറയുവാനും പുത്തൻ അഭിഷേകം നിറയ്ക്കുവാനായിട്ട് കർത്താവെ ഒരുക്കണമേ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ അനന്ത ശക്തി കർത്താവെ ആവസിക്കട്ടെ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവെ, ഞങ്ങളുടെ ശക്തമായ അഭിഷേകം വന്നു നിറയട്ടെ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈ ഒരു വചനം കുടുംബ ബന്ധങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലട്ടെ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശലഹാല ബാലലബ. യേശുവിൻ്റെ അത്ഭുത ശക്തി സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം കർത്താവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ നന്ദി, നന്ദി കർത്താവേ. ഈ നല്ല നിമിഷം നൽകി അനുഗ്രഹിച്ചതിനോർത്ത് കർത്താവേ നന്ദി പറയുന്ന കർത്താവേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.